അപ്പോൾ നമ്മൾ ഇസ്താംബുളിൽ എത്തുന്നവരെല്ലാം പറഞ്ഞു, വന്നവരെല്ലാം പറഞ്ഞു ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും പണി കിട്ടും. പക്ഷെ എത്തുമ്പം തന്നെ പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല. കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് എയർപോർട്ട് മാറിപ്പോയി. കാറ് ബുക്ക് ചെയ്തത് നമ്മൾ ISTയിൽ ഇസ്താംബുൾ മെയിൻ എയർപോർട്ടിൽ ഇറങ്ങി. ഇസ്താംബുളിൽ വേറൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട്, അവിടെയാണ് നമ്മൾ കാറ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് കൊടുത്തത്. നമ്മൾ അവിടെ നിന്ന് ഒരു 1.5 hour ബസ്സിന് ട്രാവൽ ചെയ്യണമായിരുന്നു, രാത്രി 1 മണിക്ക്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു കുറേ നേരം, എന്നിട്ടാണ് ബസ് കിട്ടിയത്. എന്നിട്ട് വന്ന് എടുക്കാൻ വേണ്ടി ഇതിൽ വന്നപ്പോൾ ഇവർക്ക് ഈ booking.comൽ കിട്ടിയേക്കുന്ന കൺഫർമേഷൻ 5 സീറ്ററാണ്. ഞങ്ങൾ ബുക്ക് ചെയ്തത് 7 സീറ്ററാണ്. എനിക്ക് വന്നിരിക്കുന്ന കൺഫർമേഷൻ 7 സീറ്ററിൻ്റെയും അവർക്ക് booking.com കൊടുത്തിരിക്കുന്നത് 5 സീറ്ററിൻ്റെയാണ്. അപ്പോൾ ഇത് പിന്നെ അവർക്ക് വേറെ വണ്ടിയില്ല. 9 സീറ്റർ ഒരു വലിയ വോക്സ്വാഗൻ്റെ കാരവൽ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു വണ്ടിയേ ഉള്ളൂ. അപ്പോൾ അത് തരണമെങ്കിൽ വേറെ ഞാൻ 200 പൗണ്ടും കൂടി പേ ചെയ്യണമെന്ന് പറഞ്ഞു. അത് അവരുടെ മിസ്റ്റേക്ക് അല്ല, അവർക്ക് കിട്ടിയേക്കുന്ന 5 ആണ്. അപ്പോൾ ഞാൻ booking.comൽ വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അവരുടെ മിസ്റ്റേക്കാണ്, അവരത് റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, കാരണം ഞാൻ ഇവരെ ഇടയ്ക്ക് വിളിച്ച് കൺഫേം ചെയ്തതാണ് 7 സീറ്റർ അല്ലേ എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു 7 ആണെന്ന് എനിക്ക് കൺഫർമേഷനും തന്നു മെസ്സേജിൽ. അപ്പോൾ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് ഇവരും എനിക്ക് ഡിസ്കൗണ്ട് തന്നു. ഇതിപ്പോൾ മൊത്തം കൂടെ ഞങ്ങൾക്കൊരു 80 പൗണ്ട്സിന് 9 സീറ്റർ വോക്സ്വാഗൻ്റെ ഒരു വലിയൊരു വണ്ടി 9 സീറ്റർ, അതെന്തോ 250 പൗണ്ട്സിനെന്തോ ആദ്യം ലിസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടിരുന്നു. സെയിം വണ്ടി നമുക്കിപ്പോൾ ഒരു 80 പൗണ്ട്സിന് കിട്ടിയിട്ടുണ്ട്, വിച്ച് ഈസ് ഗുഡ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പക്ഷേ ഇതെല്ലാം നല്ലതിനായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി എടുത്തു നമ്മൾ പോവാൻ ഞാൻ വണ്ടി കാണിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് അവർ തന്നിരിക്കുന്ന വണ്ടി. നമ്മൾ റൂം ക്യാൻസൽ ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്, അത്ര സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്.